നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുഡേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബായ് സി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീവ് മാട്രസസ്. പട്ടിക വ്യക്തം, നടപടി കഷ്ടം. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിൽ സർവകക്ഷി യോഗം പുരോഗമിക്കവേ ഇടുക്കിയിലെ വൻകിട കയ്യേറ്റക്കാരുടെ പട്ടിക സർക്കാരിന് കൈമാറി ജില്ലാ ഭരണകൂടം. ജനപ്രതിനിധികളും രാഷ്ട്രീയ സംഘടനകളും സമുദായ പ്രതിനിധികളും ഉൾപ്പെടെ വമ്പൻ കയ്യേറ്റക്കാർ 154. ഒഴിപ്പിക്കൽ ദൗത്യത്തിൽ അനന്തര നടപടി സർവകക്ഷി യോഗത്തിനു ശേഷം. ഇടുക്കി ജില്ലാ കളക്ടർ കൈമാറിയ കയ്യേറ്റക്കാരുടെ പട്ടികയിൽ മന്ത്രി എം എം മണിയുടെ സഹോദരപുത്രൻ ലിജീഷ്, സ്പിരിറ്റ് ഇൻ ജീസസ് സ്ഥാപകൻ ടോം സഖറിയ, ടോമിൻ തച്ചഗിരിയുടെ സഹോദരൻ ടിസിൽ എന്നിവരും. ദേവികുളം MLA S രാജേന്ദ്രന്റെ വീടിരിക്കുന്ന ഭൂമിയുടെ പട്ടയം വ്യാജമെന്നും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തൽ. വിവാദമായ കയ്യേറ്റം ഒഴിപ്പിക്കൽ വിഷയത്തിൽ തലസ്ഥാനത്ത് സർക്കാരിന്റെ ആദ്യ ചർച്ച പരിസ്ഥിതി പ്രവർത്തകരുമായും മാധ്യമപ്രവർത്തകരുമായും. വൈകിട്ട് 3-ന് മതമേലധ്യക്ഷരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 5-ന് സർവകക്ഷി യോഗവും നടക്കും. മൂന്നാറിലെ മാത്രമല്ല ജില്ലയിലെ മുഴുവൻ കയ്യേറ്റങ്ങളും ചർച്ചാ വിഷയമാകും. ഒന്നാം ചുവടിന്റെ ഉന്നം കാത്ത്. പൊരുതി നേടിയ പോലീസ് മേധാവിയുടെ കസേരയിൽ TP സെൻകുമാറിന്റെ അടുത്ത നീക്കം ഉറ്റുനോക്കി സർക്കാർ. നിയമന ഉത്തരവ് വൈകിച്ച സർക്കാരിനെതിരെ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജി സെൻകുമാർ പിൻവലിക്കുമോ എന്ന് ചോദ്യം. സെൻ ഹർജി സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നത് ചൊവ്വാഴ്ച. നഷ്ടപ്പെട്ട ഔദ്യോഗിക കാലാവധി നീട്ടി നൽകണമെന്ന ആവശ്യം സെൻകുമാർ കോടതിയിൽ ഉന്നയിക്കുമെന്ന് സൂചന. എന്നാൽ സർക്കാരിൽ നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഏറ്റുമുട്ടൽ പ്രതീക്ഷിക്കുന്നില്ലെന്നും സർക്കാരിനും ജനങ്ങൾക്കും വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നും DGP ആയി സ്ഥാനമേറ്റ ശേഷം സെൻകുമാർ. നീറ്റ് പരീക്ഷ ഇന്ന്, എല്ലാം നീറ്റായി. സംസ്ഥാനത്തെ മെഡിക്കൽ ഡെന്റൽ പ്രവേശനത്തിനുള്ള അഖിലേന്ത്യാ നീറ്റ് പരീക്ഷയ്ക്ക് കേരളത്തിലെ 5 കേന്ദ്രങ്ങളിൽ തുടക്കം. ഉച്ചയ്ക്ക് 1 മണിവരെ നീളുന്ന പരീക്ഷ രാജ്യത്തെ 103 നഗരങ്ങളിലായി 2200 കേന്ദ്രങ്ങളിൽ. തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ കേന്ദ്രങ്ങളായി കേരളത്തിൽ പരീക്ഷ എഴുതുന്നത് 1,00,000-ലധികം വിദ്യാർത്ഥികൾ. രാജ്യമൊട്ടാകെയുള്ള മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലേക്കുള്ള പ്രവേശനം ഈ വർഷം മുതൽ അഖിലേന്ത്യാ തലത്തിലുള്ള ഏകീകൃത പരീക്ഷ വഴി. കേരളത്തിൽ ആയുർവേദം, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറീസ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനവും നീറ്റ് റാങ്ക് ലിസ്റ്റിൽ നിന്ന്. റാങ്ക് പട്ടികയിൽ നിന്ന് അലോട്ട്മെന്റ് നടത്തുന്നത് സംസ്ഥാന പ്രവേശന പരീക്ഷാ കമ്മീഷണർ. രണ്ടിലയിൽ കലഹക്കൂട്ട്. കോട്ടയം കോളിളക്കത്തിൽ കലങ്ങി കേരള കോൺഗ്രസ്. പ്രശ്നപരിഹാരത്തിന് പാർട്ടി ചെയർമാൻ വിളിച്ച യോഗം ബഹിഷ്കരിച്ച PJ ജോസഫും മോൻ ജോസഫും കടുത്ത നിലപാടിൽ. നാളെ തലസ്ഥാനത്തു ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് KM മാണി. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ CPM സഖ്യത്തിലുള്ള അതൃപ്തി നാളത്തെ യോഗത്തിൽ അറിയിക്കുമെന്ന് PJ ജോസഫും അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യുമെന്ന് മോൻ ജോസഫും. CPM സഖ്യത്തിന്റെ പേരിൽ ജോസഫ് ഇടയുന്നതിന് പിന്നിൽ ജോസ് K മാണിയുടെ കടന്നുവരവിലുള്ള പ്രതിഷേധമെന്നും വിലയിരുത്തൽ. മാക്രോണോ മാരിനോ. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ കസേരയിൽ മാക്രോണോ മാരിനോ എന്ന് ഇന്നറിയാം. തിരഞ്ഞെടുപ്പ് ഫലം ഇന്ന് രാത്രിയോടെ പുറത്തുവരുമെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം നാളെ മാത്രം. ലോകം ഉറ്റുനോക്കുന്ന പോരാട്ടം ഇടത് അനുഭാവിയായ എൻ മാർഷ് നേതാവ് ഇമ്മാനുവൽ മാക്രോണും തീവ്ര വലതുപക്ഷക്കാരിയായ മാരിൻ ലെ പെനും തമ്മിൽ. വോട്ടെടുപ്പ് മാക്രോണിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ വിവരങ്ങൾ ചോർത്തിയ സൈബർ ആക്രമണത്തിന്റെ ഞെട്ടൽ മാറും മുൻപേ. ചോർന്ന വിവരങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന വിലക്ക്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുഡേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബായ് സി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീവ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.